റിയലി? എനിക്കും അങ്ങനെ തന്നെയാ. ജോക്ക് പറയാനും കേൾക്കാൻ എനിക്കും വലിയ ഇഷ്ടാ. പ്ലീസ് ശല്യപ്പെടുത്തല്ലേ. ആരാന്ന് പറഞ്ഞ നീ ഞെട്ടും. ഞാൻ ഞെട്ടിക്കോളാം, നീ പറ. ഞാൻ റൂമിലെത്തി. ഇല്ല, ആ 2 കഴുതുകൾ എത്തിയിട്ടില്ല. പ്ലീസ് ഒന്ന് പറയടാ. അതൊന്നും പറ്റില്ല. എടാ സോറിടാ, ഞാനിപ്പോ വിളിക്കാം. നിനക്കൊന്ന് സ്പീക്കറിൽ ഇട്ടാലെന്താ? ഈ കോൾ ഞാൻ ആരെയും കേൾപ്പിക്കില്ല. ഇതൊരു ആജീവനാന്ത കണക്ഷനാ. നാളെ എന്റെ ലൈഫ് പാർട്ണർ ആവാൻ ഞാൻ തീരുമാനിച്ച പെണ്ണ. കേട്ടാ? അയ്യേ, പോടാ. നീ പോടാ. പെണ്ണുങ്ങല്ലേ സ്വീറ്റ് ആർട്ട്. നമ്മള് സംസാരിക്കുന്നത് നമ്മൾ മാത്രല്ലേ കേൾക്കാൻ പാടുള്ളൂ. അതേ പാടുള്ളൂ. കോളേജിൽ നിന്ന് വന്ന ക്ഷീണത്തിൽ വർഷം ഉറങ്ങിപ്പോയി. എന്ത് കൂർക്കം വലിയാന്നറിയോ? ഇപ്പോ ഈ ലോകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മൾ മാത്രം. ഒക്ടേവിയോ പാസിന്റെ സൺസ്റ്റോൺ വായിച്ചിട്ടുണ്ടോ നീ? അതിനകത്ത് 2 പേർ ചുംബിക്കുമ്പോൾ ലോകം മാറിപ്പോവെന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ ലോകം മാറ്റിയാലോ? നിന്റെ കൈക്കും തൂറ്റി? ഏയ് ഒന്നുമില്ലടാ, കയ്യും തട്ടിയതാ. പപ്പയുടെ മമ്മയുടെ നിർബന്ധം കാരണം കെട്ടിയതാ. വാ എടാ, ഇത്തവണത്തെ ക്രിസ്മസ് വെക്കേഷൻ നിന്റെ പപ്പയുടെയും മമ്മയുടെയും കൂടെ അടിച്ചു പൊളിക്കണം. എത്രയോ മിടുക്കന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ആധുനിക കൃഷി സമ്പ്രദായങ്ങളെക്കുറിച്ച് റിസർച്ച് നടത്തി തീസിസ് സമർപ്പിച്ച് ഇവിടുന്ന് പോയിട്ടുണ്ട്. അവരിൽ പലരും ഏതെങ്കിലും ഒരു കൃഷി ഓഫീസിൽ സർക്കാർ ശമ്പളവും പറ്റി ചൊറിയും കുത്തി ഇരിക്കുന്നതല്ലാതെ കാർഷിക മേഖലയ്ക്ക് യാതൊരു പുരോഗതി ഉണ്ടാക്കിയിട്ടില്ല. ഇന്നും മലയാളി മാമ മുണ്ണണമെങ്കിൽ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പാണ്ടി ലോറി ഇവിടെ എത്തണം. നമ്മളിവിടെ കടലാസിൽ കൃഷി ഇറക്കുന്നു, തെലുങ്കിനും തമിഴിനും മണ്ണിൽ കൃഷി ഇറക്കുന്നു. അതാണ് വ്യത്യാസം. ആരാ ഇവന്റെ പെടലി അടിച്ച് തിരിച്ചത്? കൃഷി തിയറിയല്ല, പ്രാക്ടിക്കൽ ആണെന്ന് വരുന്ന അഗ്രിഫെസ്റ്റിൽ നിങ്ങൾ പ്രൂവ് ചെയ്യണം. അഗ്രിഫെസ്റ്റ് നിങ്ങൾക്കുള്ള പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ്. ഈ ഓപ്പർച്യൂണിറ്റി ആരും നഷ്ടപ്പെടുത്തരുത്. ബെസ്റ്റ് ഓഫ് ലക്ക്. എടാ പോത്തെ, എണീക്കാൻ. എവിടെ? ബാത്റൂമിൽ. അവിടെ ഒന്നും കാണാനില്ല. കാണാനില്ലേ? അവനിത് എവിടെ പോയിരിക്കുക? റിങ് ചെയ്തിട്ട് ഫോൺ എടുക്കുന്നില്ല. ഹലോ, നീ ഇത് എവിടെ പോയിരിക്കുക ഈ രാത്രിയില്? ബബ്ലു, ഞാനിവിടെ ആകെ ഒരു പ്രശ്നത്തില്. ചേട്ടന്മാര് ഒന്നിവിടം വരെ വാ, എന്നിട്ട് ഞങ്ങളോട് തോറ്റെന്ന് പറ. നാളെ മുതൽ നമുക്ക് പരസ്പര ബഹുമാനത്തോടെ മുന്നോട്ട് പോവാം. ഞാൻ വിളിച്ചിട്ടാ കൂട്ടുകാരൻ പാതിരാത്രിയിലെ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് ഇവിടെ എത്തിയത്. എന്നാലും ഇങ്ങനൊരു അബദ്ധം നിങ്ങളുടെ കൂട്ടുകാരന് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. 1 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ എത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ബഹളം വെക്കും. അതോടെ നിങ്ങളുടെ കൂട്ടുകാരൻ നാളെ മുതൽ കോളേജിൽ ഉണ്ടാവില്ല. മനസ്സിലായോ? എന്ത് വേണമെന്ന് പെട്ടെന്ന് തീരുമാനിക്കും. മര്യാദക്ക് ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇരിക്കെ. അവിടെ ഇരിക്കട്ടെ, ഞാൻ വരില്ല. എടാ, നമ്മൾ ചെന്നില്ല, പെടും. ഷുവർ. നമ്മൾ അറിയാതെ പോയതല്ലേ, അനുഭവിക്കട്ടെ. നമ്മളും കൂടെ അവിടെ പോയാല് 3 പേരും പിടിക്കപ്പെടും. പക്ഷേ ലേഡീസ് ഹോസ്റ്റലാവും പിടിക്കപ്പെട്ട പുറത്താവും, അത് തീർച്ച. അവൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇങ്ങനൊരവസ്ഥയിൽ അവനെ നമ്മൾ കൈവിട്ടാ നമ്മളെ 3 പേരും ട്രാപ്പിലാക്കാനുള്ള അവൾമാരുടെ പ്ലാൻ ആണെങ്കിലോ? അവനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയേ പറ്റൂ. എങ്ങനെ? വരുന്നു വരട്ടെ. പിടിക്കപ്പെട്ട 3 പേരും പഠിക്കുന്നുണ്ടെങ്കിൽ 3 പേരും ഒപ്പമായിരിക്കും. നമുക്കൊന്ന് ശ്രമിക്കാടാ. എടാ ബബ്ലു, കറിക്കോടാ. എടാ, എനിക്കൊന്നും പേടിയാവുന്നടാ. എടാ, ആനത്തടി ഉണ്ടായാ പോരാ, ആണുങ്ങളായ ധൈര്യം വേണം. ഞാൻ അവിടുന്ന് ലൈറ്റ് ഓഫ് ആക്കി മുങ്ങിയതാ. സെക്യൂരിറ്റി എന്നെ കണ്ടോന്നൊരു സംശയം. ഹോസ്റ്റലിലെ കോറിഡോറിലൂടെ ആരോ ഓടുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി.
മാഡം സത്യത്തിൽ ഉണ്ടായത് ഞങ്ങൾ No more explanations. You are suspended and disqualified from the Agri Fest. മാഡം Get out. വെരി ഗുഡ്. ഈ ഒരു ഡിസിഷൻ ഇതിനു മുമ്പേ വേണ്ടതായിരുന്നു. താങ്ക് യു മാം. അതെ. സാർ ഇതിവിടെ വെച്ചാൽ മതിയോ? മറികെ അതെടുത്ത് സ്റ്റാളിന്റെ കോർണർ ഗായത്രി അറേഞ്ച് ചെയ്ത് സഹായിക്കണേ. ഓക്കെ മാഡം. അതെടുക്കാം, ഞാൻ എടുക്കാം. എല്ലാത്തിനും ലേബിൾ എഴുതി വെച്ചേക്കും. ഇതും എടുത്തു. അത് അപ്പുറത്തേക്ക് മാറ്റി വെക്കും. അതിന്റെ കൂടെ അവന്മാരെ അങ്ങനെ ശിക്ഷിച്ചതിന്റെ ബുദ്ധിമുട്ടാ. എന്തായാലും നമ്മൾ ഈ വർഷം കഷ്ടപ്പെട്ടതിന് ഫലം കിട്ടും, അത് ഉറപ്പാ. എടാ ദേ ഇതിങ്ങനെ വെച്ചാ പോരെ? ഓ മതി, ഇവിടെ വെച്ചാ മതി. അവിടെ ഒട്ടിച്ചു വെച്ചേരെ. അത് മതി. മാഡം യെസ് പ്ലീസ് കം. ഇത് ഞങ്ങളുടെ സർപ്രൈസ് പാക്കേജ്. എന്ത് വെറൈറ്റി ആണിത്. റിയലി ഗുഡ്. ഇത് ഞങ്ങൾ കൾട്ടിവേറ്റ് ചെയ്ത ഐറ്റമാ. കൺഗ്രാറ്റുലേഷൻ. Thank you, കഴിഞ്ഞ ma'am. കൊല്ലത്തെ പോലെ ഈ കൊല്ലവും നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഫസ്റ്റ്. ഐ ആം വെരി ഷുവർ അബൌട്ട് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. Good night, ma'am. Bye. Bye. പോവാം. Yeah, പോവാം. സൈലൻസ്, സൈലൻസ്, സൈലൻസ്. ഇവരാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പെർഫോമേഴ്സ്, ബോത്ത് ഇൻ പ്രാക്ടിക്കൽ ആൻഡ് തിയറി. Then let's see. എന്താണിത്? ദിസ് ഈസ് an insult. We are ashamed. മാഡം, ഇത് മറ്റാരുമല്ല, അവന്മാര് തന്നെയാ. ഞാൻ പറയും, ഇന്നലെ രാത്രി നിങ്ങൾ അവരെ സ്റ്റാളിൽ കയറിയതെന്ന്. നീ പറയൂലടാ. ആ പറയാം. ഇന്നലെ രാത്രി നടന്നങ്ങാനും നീ ട്രീസ മാഡത്തോട് പറഞ്ഞോ? വെട്ടി നുറുക്കി പാക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. ഇങ്ങനാണെങ്കിൽ നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യില്ല. ഞങ്ങളുടെ ഇടിയുള്ളത് പോടാ. പോവാനല്ലേ പറഞ്ഞത്? ഇവനെങ്ങനെ വിട്ടാല് അപകടം. അവനെ നമുക്ക് പൊക്കാം. കിഷോറിനെ കൊല്ലാൻ ശ്രമിച്ചത് മറ്റാരുമല്ല, അവന്മാര് തന്നെയാ. ഈ സുബ്രഹ്മണ്യം കണ്ടിട്ടുണ്ട്. അതെ മേഡം, ആൺകുട്ടികളുടെ ഹോസ്റ്റലിന് മുന്നിൽ വെച്ചാ 3 പേര് കിഷോറിനെ ഓടിച്ചിട്ട് പിടിച്ച്. അത് കണ്ട ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നേ. എന്നെ കണ്ടതും 3 പേരും ഓടി രക്ഷപ്പെട്ടു. അവരുടെ കയ്യിൽ ആയുധങ്ങളും ഉണ്ടായിരുന്നു മേഡം. ഒരു സ്റ്റുഡന്റിന്റെ മരണത്തിൽ നമ്മൾ സമാധാനം പറയേണ്ടി വന്നേനെ. ഐ എം സോറി മിസ്റ്റർ ജോൺ, നിങ്ങളുടെ മകൻ എറിക്കിന് ഇനി ഇവിടെ തുടർന്ന് പഠിക്കാൻ പറ്റില്ല. ഇതെന്റെ മാത്രം ഡിസിഷൻ അല്ല. 3 പേരെയും ഡിസ്മിസ് ചെയ്യാൻ ഇവിടുത്തെ സ്റ്റാഫും സ്റ്റുഡൻസും ഒരേപോലെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആരുടെ ഭാഗ്യത്തിന് ആ കുട്ടിക്കൊന്നും സംഭവിച്ചില്ല. പക്ഷേ പഠിക്കാൻ സമർത്ഥനായ പാവ ആ കുട്ടി ഇവരെ ഭയന്ന് വീട്ടിലേക്ക് തിരിച്ചുപോയി. ടൗൺ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും മകന്റെ പേരിൽ എത്ര പെറ്റി കേസ് ഉണ്ടെന്ന്. എല്ലാം സഹിക്കാം. ലേഡീസ് ഹോസ്റ്റലിലെ കുട്ടികൾക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് വെച്ചാ ഇവരോട് ചോദിക്കേ മകന്റെയും കൂട്ടുകാരുടെയും വിശേഷങ്ങള്. വേസ്റ്റ്. കേട്ടല്ലോ, കേട്ടിടത്തോളം ഡാഡി ഹാപ്പിയാണ്. ഈ കോളേജിൽ എറിക് ജോണിനെ പറ്റി എല്ലാവർക്കും ഒരേ അഭിപ്രായം. ഡാഡി, എനിക്ക് പറയാനോടും കൂടി ഒന്ന്. സോറി മാഡം, സോറി സോറി എവരിവൺ.
നിങ്ങൾ അറിയണം, ഇവന്റെ മമ്മി ഇവനെ ഉപേക്ഷിച്ചു പോയതിനു ശേഷം ഒരു ഡാഡിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഇവന് വേണ്ടി അനുഭവിച്ച ടെൻഷൻ എന്തൊക്കെയാണെന്ന്. കാശിന് കാശ്, ട്രെൻഡ് അനുസരിച്ച് ഡ്രസ്സിന് ഡ്രസ്സ്, ഇവൻ ആഗ്രഹിച്ചതൊക്കെയും ഞാൻ ഇവന് സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പകരം ദേ ഒരു കാര്യം മാത്രമേ ഞാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഹ, എന്റെ ഇപ്പോഴത്തെ ഫാമിലി കയറി വന്ന് ഡിസ്റ്റർബൻസ് ആവരുതെന്ന്. യുനോ മാം, സ്റ്റേറ്റ്സിലൊക്കെ ലീഗലി സെപ്പറേറ്റ് ആവുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ഡിപ്പെൻഡ് ചെയ്യാതെ പഠിച്ച് മിടുക്കരാവുന്ന കുട്ടികളെ ദേ ഇവൻ കണ്ട് പഠിക്കണം. ആ അത് പപ്പയുടെ രണ്ടാം ഭാര്യയും കുഞ്ഞും. ഇനിയും വരും. മമ്മിയുടെ രണ്ടാം ഭർത്താവും.